കാൽപന്തിന്റെ വിശ്വവേദിയിൽ ഇന്ന് ഫ്രാൻസ് സ്പെയിൻ സൂപ്പർ പോരാട്ടമാണ്. അജയ്യരായി മുന്നേറുന്ന കിലിയൻ എംബപ്പയുടെ ഫ്രാൻസും എംബപ്പയ്ക്ക് മുന്നിൽ ഒരിക്കലും തോറ്റു പിന്മാറാൻ തയ്യാറാകാത്ത ലെമിൻ യമാലിന്റെ സ്പെയിനും നേർക്കുനേർ വരുമ്പോൾ ആര് കടക്കും സെമി കടമ്പ. ആരാധകരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അവരുടെ പ്രതീക്ഷകൾ കാണാം. ലോകകപ്പ് സ്വന്തമാക്കാൻ ഇനി 2 വിജയം മാത്രം മതി ടീമുകൾക്ക്. ഇന്ന് ഫ്രാൻസും സ്പെയിനും ഏറ്റുമുട്ടുമ്പോൾ ഇതിൽ ആർക്കാണ് വിജയം? നമുക്ക് ആരാധകരോട് തന്നെ ചോദിക്കാം. ഫിഫന്റെ കമ്മിറ്റി ടീമാണ് ഫ്രാൻസും അർജന്റീനയും. സ്പെയിന് 4 ഗോളിലേക്കും. സ്പെയിന് പൊതുവെ ഇപ്പോൾ കളി ഓരോ കളിയും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്പെയിന് കിട്ടട്ടെയാണ് മനസ്സിലും സ്പെയിന് കിട്ടട്ടെയാണ്. ഫ്രാൻസ് അങ്ങനെ അങ്ങോട്ട് പറയുന്നില്ല, എന്നാലും ഫ്രാൻസിനാണ് സാധ്യത. 3 ഗോളൊക്കെ എന്തായാലും അടിക്കും. 2 ഗോള് മറ്റവർക്കും ഉണ്ടാവും. 3-2. അർജന്റീനയോട് ഒരു നല്ലൊരു പോരാട്ടം നടക്കണം തന്നെയാണ്. ആ കഴിഞ്ഞ ഫൈനലിൽ അർജന്റീന തോൽപ്പിച്ച പകരം ഇപ്രാവശ്യം ഫ്രാൻസ് അടിച്ചു കയറണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അതിൽ എംബാപ്പെ ഉള്ളത് കൊണ്ട് എന്തായാലും ജയിച്ചിരിക്കും. പക്ഷെ ഞാൻ അർജന്റീന ഫാനാണ്. അർജന്റീന ജയിക്കണമെന്നുള്ള ആഗ്രഹമാണ്. അടുത്ത കളി നോക്കിയിട്ട് എന്താ നോക്കാം. ഫ്രാൻസ് ജയിക്കും. നാളത്തെ 2-1 ഫ്രാൻസ് 3 ഗോളിന് ജയിക്കും. 3-0. നമ്മളെ ഫോർവേഡ് പറഞ്ഞ മിന്നും ഫോർവേഡാ. ഫൈനല് ഫ്രാൻസ് ഇംഗ്ലണ്ട്. അർജന്റീന എടുത്തൂല പോവും. ഇതിപ്പോ രണ്ടാൾക്കാരും തമ്മിലുള്ള യുദ്ധം മാതിരി ആയിരിക്കും. ഈ എംബാപ്പയും ലാമിൻ യമാലും തമ്മിലുള്ളൊരു ഫൈനലി ഞാൻ അർജന്റീനയാണ്. സോ അർജന്റീനയും ഫ്രാൻസ് തന്നെ വരണം എന്നാണ്. ഞാൻ പ്രാവശ്യം ഒറ്റ കളി കണ്ടിട്ടില്ല. നമ്മളെ ഇന്ത്യ എന്ന വേൾഡ് കപ്പ് കളിക്കാൻ അന്നേ കാണുള്ളൂ. ഫ്രാൻസ് ജയിക്കും ഷുവറല്ല. എംബാപ്പെ അടിക്കും. പിന്നെ ഡെമ്പല്ലേ ഉണ്ട്, സെറ്റാണ്. ഫ്രാൻസാണ് ഇപ്പോൾ ഇതുവരെ കളിയിൽ വന്ന് നോക്കുമ്പോൾ കളി മികവ് ഫ്രാൻസിനാണ്. അപ്പോൾ ഫ്രാൻസ് ആവാൻ സാധ്യത. സ്പെയിൻ്റെ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ അവർ ഫസ്റ്റ് കളി മറ്റാ ചെറിയ ടീമിനായിട്ട് സമനിലക്കായിട്ട് വന്നതാണ്. ഫ്രാൻസ് ഇപ്പോൾ കളിച്ച കളി മൊത്തം നല്ല കളിയായിട്ട് വന്നതാണ്. ഫ്രാൻസിനാണ് സാധ്യത. സ്പെയിൻ വരാനാണ് എനിക്ക് ആഗ്രഹം. നാളെ സ്പെയിൻ ജയിക്കും 2-1. ഫ്രാൻസാണ് അവർ ജയിക്കുക. ജയസാധ്യത ഫ്രാൻസിന് തന്നെ ഉള്ളൂ. അതിൽ എംബാപ്പെ അങ്ങനെയുള്ള ഒരുപാട് നല്ല താരങ്ങളുണ്ട്. അത്യാവശ്യം നല്ല കളിക്കാരല്ലേ. ഇന്നത്തെ സാധ്യത ഫ്രാൻസിനാണ്. കളിച്ച് എല്ലാം തോൽവില്ലല്ലോ, ഒക്കെ ഫുള്ള് ജയല്ലേ. ഒന്നിനും തോൽവി പറഞ്ഞിട്ടില്ലല്ലോ. എംബാപ്പ കളിക്കലും വേറെ ആൾക്കാർ കളിക്കാല്ലേ. കളി ടൈറ്റ് ആയിക്കായിരുന്നു. നല്ല രസമുള്ള കളിയായിരുന്നു. കാരണം വേൾഡ് കപ്പിൽ ഏറ്റവും നല്ല കളി എന്തേക്കാരം. കാരണം കട്ടാക്കര ടീമാണ്, ബല ടീമാണ്. ആരാധകർക്കിടയിൽ പ്രവചനങ്ങൾ കനക്കുകയാണ്. ഇരു ടീമുകൾക്കും സാധ്യതയുണ്ടെന്നാണ് ജനങ്ങൾക്കിടയിലുള്ള സംസാരം. എന്തു തന്നെയായാലും ലോകകപ്പിലെ ഏറ്റവും മികച്ചൊരു മത്സരത്തിനാകും നാളെ സാക്ഷ്യം വഹിക്കുക എന്നുള്ളത് ഉറപ്പാണ്. കോഴിക്കോട് നിന്നും ക്യാമറ പേഴ്സൺ സുൽത്താനൊപ്പം എം മുബാറക്, ന്യൂസ് മലയാളം.